Hi everyone. In this video, we'll be discussing practical illustrations and practical problems of chapter Assessment of Partnership Firm and AOP. ഈ വീഡിയോയിൽ ഇത് പാർട്ട് ബൈ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. ഇലസ്ട്രേഷൻ 1 ഉം 2 മാത്രമാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് റിമൈനിങ് ഓരോ വീഡിയോയിൽ 2 ഇലസ്ട്രേഷൻ വീതം പിന്നെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പ്രോബ്ലം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കും വീഡിയോയിൽ പറയുന്നുണ്ടാവുക. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു സംഭവം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാണ്. എങ്ങനെയാണ് ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. അതായത് ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ബേസിക്കലി 6 സ്റ്റെപ്പാണ് പറയുന്നത്. ഒന്ന്, ഫൈൻഡ് ഔട്ട് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫ്രം ദ P&L അക്കൗണ്ട്. അത് നോർമലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് നമ്മൾ ആദ്യം എഴുതാം. അതിൽ നിന്ന് എനി അതർ ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ഇനി മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ആസ് പ്രൊവൈഡ് ഇൻ സെക്ഷൻ 28 to 44D എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ കാണുന്ന സമയത്ത് ആഡ് അഡ്മിസിബിൾ എക്സ്പെൻസസും ആഡ് ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസും ലെസ് അഡ്മിസിബിൾ എക്സ്പെൻസസും നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ആ ഐറ്റംസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ആ സെയിം സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് ഇൻ എക്സസ് ഓഫ് 12% ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. ഇത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും ബുക്ക് പ്രോഫിറ്റ്. അപ്പൊ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമുക്ക് ഇനി പ്രോബ്ലം ഒക്കെ ചെയ്യാൻ. കാരണം എല്ലാ പ്രോബ്ലത്തിലും ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പ്രോബ്ലത്തിലേക്ക് കടക്കാണ്. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. XYZ are partners of a firm with equal shares. Profit and loss account for the year ending shows a net profit of 2,80,000 after debiting 7,000 for interest at 20% and 6,000 salary paid to Y and 44,000 for rent of the business premises paid to Z. Compute the book profit of the firm. The firm fulfills the condition of section 184. ഈ സെക്ഷൻ 184 എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സെക്ഷൻ 184 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഡീഡ് ഉണ്ടാവണം. ഡീഡിൽ എല്ലാ പാർട്ട്നേഴ്സിനും ഷെയർ വ്യക്തമായി എഴുതിയിട്ടുണ്ടാവണം. ആ ഡീഡ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് അതുപോലെ തന്നെ 144 പറയുന്നത് എന്തെങ്കിലും വീഴ്ച വരുത്താതെ ഇരിക്കും വേണം. ഇങ്ങനെ ഇതൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് സെക്ഷൻ 184 സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയുക. ഈ 184 സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടുന്ന ബുക്ക് പ്രോഫിറ്റിന് കൊടുത്ത റെമ്യൂണറേഷൻ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് അനുവദിച്ച് കിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ നമുക്കത് നോക്കേണ്ട കാര്യം, ഇവിടെ ബുക്ക് പ്രോഫിറ്റ് കാണാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ അത് ബാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? P&L അക്കൗണ്ടിന്റെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആദ്യം എഴുതണം. അതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് 2,80,000 എഴുതിയിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഹെഡ്സിന്റെ ഇൻകം ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണമായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ വേറെ ഇൻകങ്ങളൊന്നും കാണുന്നില്ല, അത് ലെസ് ചെയ്യാനില്ല. പിന്നെ സെക്ഷൻ 28 തൊട്ട് 44D വരെയുള്ള ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അഡ്മിസിബിൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. പക്ഷേ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ കാണാനില്ല. ഇവിടെ തന്നിട്ടുള്ള സാലറിയും റെമ്യൂണറേഷൻ ഒക്കെയാണ്. അപ്പോൾ ഇതില് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് ആകെ കൂടിയുള്ളത് സാലറിനെ പറ്റിയിട്ടും ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടുമാണ്. അപ്പൊ നമ്മൾ അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ റെമ്യൂണറേഷൻ ഓഫ് പാർട്ട്നേഴ്സ് തന്നിട്ടുണ്ട്. റെമ്യൂണറേഷൻ ഓഫ് പാർട്ട്ണർ തന്നിട്ടുള്ളത് എത്രയാ? സാലറി പെയ്ഡ് ടു Y is 44,000 അല്ലെ? സാലറി പെയ്ഡ് ടു Y is 44 അല്ല, interest paid to Z at okay and 60,000 for the salary paid to Y അല്ലെ? അപ്പൊ 60,000 ആണ് സാലറി പെയ്ഡ്. അപ്പൊ സാലറി പെയ്ഡ് ഞാൻ ആഡ് ബാക്ക് ചെയ്തു. അടുത്തത് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു പാർട്ട്നേഴ്സ് ഇൻ എക്സസ് ഓഫ് 12%. ഇൻട്രസ്റ്റ് പെയ്ഡ് ഇസ് 20%. 7,000 20% ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാം? 7,000 into 100 divided by 20 ചെയ്താൽ മെയിൻ എമൗണ്ട് കിട്ടും. അതിന്റെ 12% കണ്ടാൽ മതി. അതിന്റെ 12% കിട്ടുമ്പോൾ കിട്ടുന്നത് 4,200 ഇവിടെ ചെയ്തിട്ടുണ്ട്. 7,000 ഇവർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 7,000 divided by 20 into 12. അപ്പൊ 4,200 കിട്ടി. അപ്പൊ ഈ 4,200 7,000 ലെസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് 12% ഇൻട്രസ്റ്റ്. 7,000 എന്ന് പറയുന്നത് മൊത്തം അടച്ച ഇൻട്രസ്റ്റ്. അതിലെ 12% ഇൻട്രസ്റ്റ് ആണ് 4,200. അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എക്സസ് ഓഫ് 12%, that is 2,800. ഇത് കിട്ടിയത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ 7,000 എന്ന് പറയുന്നത് 20%. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ
ഒന്നെങ്കിൽ ഇവർ കണ്ടിട്ടുള്ളത് കുറച്ചുകൂടി ഈസി ആണെന്ന് തോന്നുന്നു. അതായത് 7000 20-നാണെങ്കിൽ 12-ന് എത്രയാവും? 7000 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 12 ചെയ്തപ്പോൾ 4000. 12% എന്ന് പറയുന്നത് 4200 ആണെന്ന് കിട്ടി. നമുക്ക് എക്സസ് ഓഫ് 12% കാണണമെങ്കിൽ 7000 നിന്ന് 4200 കുറയ്ക്കുമ്പോൾ എക്സസ് ഓഫ് 12% കിട്ടി. അതും ആഡ് ചെയ്തു. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഇനി റെന്റ് ഓഫ് ദ ബിസിനസ് പ്രെമിസസ് പെയ്ഡ് ടു സെഡ്. റെന്റ് ഓഫ് ബിസിനസ് പ്രെമിസസ് പെയ്ഡ് ടു സെഡ് എന്ന് പറയുന്നത് റെന്റ് ബിസിനസിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് അഡ്മിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് വേറെ ഒന്നും ചെയ്യാനില്ല. ആകെ കൂടി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ബുക്ക് പ്രോഫിറ്റ് നമുക്ക് ഈ ആൻസർ കിട്ടും. ഇത്രയും ഇതിൽ ബുക്ക് പ്രോഫിറ്റ് കാണാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The total income of firm XYZ in which XYZ are the partners sharing profit in the ratio 1:2:3. For P&L account 1,31,800 is the was as per the total income of the firm was as per P&L account 1,31,800 for the previous year. എന്ന് പറഞ്ഞപ്പോൾ net profit is 1,31,800. In computing the total income of 1,31,800, following has been debited. ആ P&L account ഡെബിറ്റ് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് അവിടെ പറയുന്നത് എന്തൊക്കെയാ? സാലറി പറയുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ബാക്ക് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 20%, അപ്പൊ 12% കൂടുതൽ വരുന്നത് നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം. കമ്മീഷൻ നമ്മൾ സാലറിയുടെ ഭാഗമാണ്. സാലറി, കമ്മീഷൻ, ബോണസ്, റെമ്യൂണറേഷൻ ഇതെല്ലാം ഒരേപോലെ കാണുന്ന ഐറ്റമാണ്. അപ്പൊ സാലറിയും കമ്മീഷനും ഒക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. പിന്നെ ഇവിടെ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞ് ടോട്ടൽ ഇൻകം കാണുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിനെ ലെസ് ചെയ്യും. Z borrowed a capital for his investment in the firm and has paid an interest of 7,500 separately to the lender. ഇത് Zന്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. അത് നമുക്ക് ഇവിടെ ടോട്ടൽ ഇൻകം ഓഫ് ഫേം കാണുന്നതിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. Compute the total income of the firm and taxable income of the 3 partners in the firm. All are working partners. The firm fulfills the condition section 184. വർക്കിംഗ് പാർട്ട്ണർ ആണെങ്കിലാണ് കേട്ടോ ഈ റെമ്യൂണറേഷൻ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നാണ് ഈ ഡിഡക്ഷൻ കിട്ടുക. വർക്കിംഗ് പാർട്ട്ണർക്ക് മാത്രമാണ് ഈ ഡിഡക്ഷൻ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ സെക്ഷൻ 184 ഫുൾഫിൽ ചെയ്യുന്നവർക്കും ആണ് ഈ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ഇൻകം ഓഫ് ഫേം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം ഓഫ് ഫേം കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. കിട്ടുന്ന ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്താണ് റെമ്യൂണറേഷൻ ഡിഡക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരിക? ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം വരിക. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L account 1,31,800 നമ്മളിവിടെ എഴുതി. അതിലേക്ക് ഈ ക്വസ്റ്റ്യനിൽ വേറെ ഏതെങ്കിലും ഇൻകം പറയുന്നുണ്ടോ? നമ്മുടെ ഈ PPT പറഞ്ഞ ഈ ഫോമാറ്റ് പ്രകാരം തന്നെയാണ് ചെയ്തു പോകുന്നത് കേട്ടോ. എനി അതർ ഹെഡ്സ് ഓഫ് ഇൻകം അതിനെ പറ്റിയിട്ട് വല്ലതും ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? വേറെ ഒന്നും പറയുന്നില്ല. ഇവിടെ സാലറി പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറയുന്നുണ്ട്, കമ്മീഷൻ പറയുന്നുണ്ട്, പിന്നെ സെഡിന്റെ പേഴ്സണൽ കാര്യം പറയുന്നുണ്ട്. വേറെ ഒന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഐറ്റം ഒന്നും ലെസ് ചെയ്യാനില്ല. ഇനി 28 മുതൽ 44D വരെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? അതർ ദാൻ ഈ സാലറി റെമ്യൂണറേഷൻ അല്ലാണ്ട് അതല്ലാണ്ടും ഒന്നും പറയുന്നില്ല. അപ്പൊ അതുമില്ല. പിന്നെ നമ്മൾ എന്താ അടുത്തത് എടുക്കാനുള്ളത്? ഇത് കഴിഞ്ഞു, ഇതുമില്ല. ആഡ് റെമ്യൂണറേഷൻ ഇഫ് ഡെബിറ്റഡ് ടു P&L account, ആഡ് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു പാർട്ട്നേഴ്സ് ഇൻ എക്സസ് ഓഫ് 12%. ഇത് രണ്ടും നമുക്ക് ചെയ്യാനുണ്ട്. ഇത് രണ്ടും ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം ആഡ് റെമ്യൂണറേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റെമ്യൂണറേഷൻ എത്രയാ? സാലറി 1,30,000 1,20,000. അപ്പൊ സാലറി എക്സിന്റെ 1,30,000, വൈയുടെ 1,20,000. റെമ്യൂണറേഷൻ എന്ന് പറയുന്നതിൽ സാലറി, ബോണസ്, കമ്മീഷൻ എല്ലാം പെടും. അപ്പൊ അതിനകത്ത് പിന്നെ വരുന്ന സാധനമാണ് ബോണസ് 15,000. അതും എഴുതി. പിന്നെ വരുന്നതാണ് കമ്മീഷൻ. എക്സിന്റെയും വൈയുടെയും സെഡിന്റെ കമ്മീഷൻ എഴുതി. 5,000, 12,500, 17,500. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് തന്നെയാണ് ഇവിടെ എടുത്ത് എഴുതുന്നത്. അപ്പൊ ഇത് മനസ്സിലായി. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞതിനുള്ളിൽ സാലറി, ബോണസ്, കമ്മീഷൻ എല്ലാം പെടും. അങ്ങനെ മൊത്തം ഈ സാധനങ്ങൾ മൂന്നും, സാലറി, ബോണസ്, കമ്മീഷൻ, ഇത് മൂന്നും നമ്മൾ ആഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. ഇനി എന്താ അടുത്തുള്ള? ഇൻട്രസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ എക്സസ് ഓഫ് 12%. ഇൻട്രസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ പറയുക? 20% ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ആ 20% കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള എമൗണ്ടുകളാണിത്. അപ്പൊ നമുക്ക് അതിന്റെ 12% കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 3,500 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 12. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. 3,500 ഇൻറ്റു ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 12 ചെയ്താൽ 12% എത്രയാണെന്ന് കിട്ടും.
ഇപ്പോൾ 3500 നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ ആൻസറിനെ നിങ്ങൾ ലെസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1400. നിങ്ങളൊന്ന് നോക്കിയാൽ മതി അത്. അടുത്ത് 14,000 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് 14,000 നിന്ന് ലെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5,600 വരും. സെയിം തിങ് ഹിയർ 10,500 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 12 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 10,500 നിന്ന് ലെസ് ചെയ്യുമ്പോൾ 4,200 കിട്ടും. എന്തുകൊണ്ടത് 10,500 ലെസ് ചെയ്യുന്നു? 10,500 എന്ന് പറഞ്ഞാൽ മൊത്തം കൊടുത്ത ഇൻട്രസ്റ്റ് ആണ്. 10,500 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 12% ഇൻട്രസ്റ്റ് കിട്ടും. 12% ഇൻട്രസ്റ്റിനേക്കാൾ അധികം കൊടുക്കുന്നതാണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ 4,200 വന്നത്. അപ്പൊ നമ്മൾ മൊത്തം ഇൻട്രസ്റ്റ് മുഴുവൻ ആഡ് ചെയ്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? നെറ്റ് പ്രോഫിറ്റ് 1,31,800ലേക്ക് സാലറി റെമ്യൂണറേഷൻ മുഴുവൻ ആഡ് ബാക്ക് ചെയ്തു. ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 12%ഉം ആഡ് ബാക്ക് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബുക്ക് പ്രോഫിറ്റ് കിട്ടി 4,43,000. ഇത് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനിയാണ് നമ്മൾ മെയിൻ കാര്യം ചെയ്യാൻ വന്നത്. ചോദ്യം ചോദിച്ചിട്ടുള്ളതും ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനല്ല, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം ആണ്. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കണം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം കാണുന്നത് ഇങ്ങനെയാണ്. നമ്മളത് കഴിഞ്ഞ PPT-യിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പ്രൊഫോമ ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം, ബുക്ക് പ്രോഫിറ്റ് ഓഫ് ദ ഫേം എഴുതിയിട്ട് റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ വർക്കിംഗ് പാർട്ട്ണർ. ഇവിടെയാണ് നമ്മൾ വർക്കിംഗ് പാർട്ട്ണറുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ വർക്കിംഗ് പാർട്ട്ണർ സെക്ഷൻ 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ലെസ് ചെയ്യും. ആ ലെസ് ചെയ്യുന്നത് എന്താ? ആക്ച്വൽ റെമ്യൂണറേഷൻ ഓർ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് പ്രകാരം. അത് എങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. either 90% of the book profit or 90% of the book profit or 1,50,000 whichever is more. പിന്നെ അത് ആദ്യത്തെ 3 ലക്ഷം ബുക്ക് പ്രോഫിറ്റിനാണ് ഇത്. റിമൈനിങ് പോർഷന് 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. ഇങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് പ്രകാരമുള്ള റെമ്യൂണറേഷൻ. ഈ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ആക്ച്വൽ റെമ്യൂണറേഷൻ whichever is least less, അതാണ് നമ്മൾ എന്ത് കൊടുക്കുക? ബുക്ക് പ്രോഫിറ്റിന് ഡിഡക്ഷൻ കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ you will get profit and gain from business or profession of the firm. അപ്പോൾ ആ കൂടി അത് മാത്രമേ ചെയ്യാനുള്ളൂ. ബുക്ക് പ്രോഫിറ്റ് ഓഫ് ഫേമിൽ റെമ്യൂണറേഷൻ ആഡ് ബാക്ക് ചെയ്യുക, സോറി റെമ്യൂണറേഷൻ ലെസ് ചെയ്യുക, അത് മാത്രമാണ് ചെയ്യാനുള്ളൂ. അത് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് ഫേം കിട്ടും. അതിന്റെ കൂടെ ഇനി അതർ ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കിട്ടും. പിന്നെ സാധാരണ പോലെ 80C മുതൽ 80 വരെയുള്ള എല്ലാ ഡിഡക്ഷൻസും ആപ്ലിക്കബിൾ അല്ല പാർട്ണർഷിപ്പ് ഫേമിന്. അത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഡിഡക്ട് ചെയ്യുക. അപ്പൊ ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് പ്രകാരമാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ വരെ ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ടോട്ടൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുക്ക് പ്രോഫിറ്റുമാണ് നമ്മൾ പറഞ്ഞത് 4,43,000 എഴുതി. അതിൽ നിന്ന് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ണർ, ഇവിടെ വർക്കിംഗ് പാർട്ണർ ആണെന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് പാർട്ണർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ഫുൾഫിൽ സെഷൻ 184 എന്ന് പറയുന്നത്. ഇത് രണ്ടും പറയുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ റെമ്യൂണറേഷനിൽ എന്താ ചെയ്യേണ്ടത്? ഐദർ ആക്ച്വൽ റെമ്യൂണറേഷൻ ഓർ ദ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് whichever is less, അതാണ് നമ്മൾ ലീസ്റ്റ് ഡിഡക്ഷൻ അനുവദിച്ച് കൊടുക്കേണ്ടത്. ആക്ച്വൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ എമൗണ്ട് ആണ്. 2,50,000 പ്ലസ് 15,000 പ്ലസ് 35,000 എന്ന് പറഞ്ഞാൽ 2,15,000 15 35 കൂടി കൂട്ടുമ്പോൾ 3 lakh വരും. അപ്പൊ ആക്ച്വൽ റെമ്യൂണറേഷൻ ഇസ് 3 lakh. സാലറി പ്ലസ് ബോണസ് പ്ലസ് കമ്മീഷൻ 3 lakh. ഓർ ബുക്ക് പ്രോഫിറ്റ് ആദ്യത്തെ 3 ലക്ഷത്തിന് 90% of the book profit. 90% of the first 3 lakh of book profit. അത് 2,70,000. 3 ലക്ഷത്തിന്റെ 90% എന്ന് പറയുമ്പോൾ 2,70,000. റിമൈനിങ്ങിന് എത്രയുണ്ട്? 1,43,000 അല്ലെ. 4,43,000 3 ലക്ഷം കഴിഞ്ഞാൽ ബാക്കി ഇനി 1,43,000 ഉണ്ട്. അതിന്റെ 60%. 60% of 1,43,000 എത്രയാ വരുന്നത്? 85,800. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടൽ എത്രയാ? 3,55,800. ഓക്കെ, ഇത് എങ്ങനെ നമുക്ക് കിട്ടിയത്? 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് 2,70,000 ഓർ 1,50,000 whichever is highest ആണ്. അപ്പൊ 1,50,000 അല്ലെങ്കിൽ 2,70,000 നോക്കിയപ്പോൾ 2,70,000 ആയിരുന്നു ഹയസ്റ്റ്. അപ്പൊ ഞാൻ 2,70,000 എഴുതി. റിമൈനിങ് 3 ലക്ഷം കഴിഞ്ഞ് ബാക്കിയുള്ളത് 1,43,000ന്റെ 60% കണ്ടതാണ് 85,800. അതും കൂടി എഴുതി കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയതാണ് ടോട്ടൽ 3,55,800.
അപ്പൊ 3,55,800 ഇതിൽ ഏതാണോ ലെസ് അതാണ് നമ്മൾ ഡിഡക്ഷൻ അനുവദിക്കുക. അപ്പൊ ലെസ് 3 lakh ആണ്. അപ്പൊ 3 lakh rupees ആണ് ഡിഡക്ഷൻ അനുവദിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടോട്ടൽ ഇൻകം വരുന്നത് 1,43,000. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ടാക്സബിൾ ഇൻകം ഓഫ് എ പാർട്ട്ണർ ഫ്രം ദ ഫേം അണ്ടർ ദ ഹെഡ് ബിസിനസ് അതെങ്ങനെയാണ് കാണുന്നത്. ടാക്സബിൾ ഇൻകം വരുന്നത് അയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% വരെയുള്ളതും റെമ്യൂണറേഷൻ അയാൾക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഇതാണ് നമുക്ക് കിട്ടുക. അപ്പൊ എക്സിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% വരെയുള്ളത് 2,100ഉം റെമ്യൂണറേഷൻ വരണത് ഇത് എന്തുകൊണ്ടാണ് 12% വരെ വന്നതെന്ന് മനസ്സിലായില്ലേ. അതായത് പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം 12% വരെ പാർട്ട്ണർക്ക് ടാക്സ് ഫേം ടാക്സ് കൊടുക്കുന്നില്ല. അപ് ടു 12% ഡിഡക്ഷൻ ഇല്ല. 12% ശേഷമുള്ളതാണ് എന്ത് ചെയ്യുന്നത് ടാക്സ് പിടിക്കുന്നുള്ളൂ, ഫേം ടാക്സ് പിടിക്കുന്നുള്ളൂ. അപ്പൊ ഫേം ടാക്സ് പിടിക്കുക 12% ശേഷമാണെങ്കിൽ ഫേം 12% ശേഷമുള്ള ഇൻട്രസ്റ്റിന് ഫേം ടാക്സ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പാർട്ട്ണറും ടാക്സ് കൊടുക്കണ്ട. 12% വരെയുള്ള ഭാഗത്തിന് ഫേം ടാക്സ് പിടിച്ചിട്ടില്ല. അപ്പൊ പാർട്ട്ണർ ടാക്സ് കൊടുക്കണം. ഇത് പാർട്ട്ണറുടെ ടാക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 12% വരെയുള്ള ഭാഗത്തിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% വരെയുള്ളതാണ് 2,100 ഈ എമൗണ്ട്. ഇതെങ്ങനെ കിട്ടണമെന്ന് അറിയാലോ നമുക്ക്. നിങ്ങൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ എന്താണോ ഇവരുടെ ഇൻട്രസ്റ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 3,500 എന്ന് പറയുന്നത് 20% ആണെങ്കിൽ 3,500 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 12 ചെയ്താൽ 12% എത്രയാണെന്ന് കിട്ടും. അപ്പൊ അതങ്ങനെ 2,100 വന്നു. റെമ്യൂണറേഷന് മുഴുവൻ ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ട് ഫേമിന്റെ ടോട്ടൽ ഇൻകം കാണുമ്പോൾ. അതായത് നമ്മൾ ഇവിടെ നിന്ന് അത് ബുക്ക് പ്രോഫിറ്റ് കാണുമ്പോൾ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ടാക്സ് പിടിച്ചിട്ടില്ല. റെമ്യൂണറേഷന് ടാക്സ് അവര് പിടിച്ചിട്ടില്ല. അപ്പൊ ആ ടാക്സ് ആര് കൊടുക്കണം, പാർട്ട്ണർ കൊടുക്കേണ്ടതാണ്. അപ്പൊ പാർട്ട്ണർ ടാക്സ് കൊടുക്കേണ്ടി വരുമ്പോൾ 1,35,000 ആണ് എക്സിന് വരുന്നത്. 1,35,000 എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ അയാൾക്ക് സാലറി 1,30,000 കമ്മീഷൻ 5,000 അങ്ങനെയാണ് ഇത് കൂട്ടുമ്പോൾ 1,35,000 വരുന്നത്. വൈനെ സംബന്ധിച്ചിടത്തോളം 1,20,000 സാലറി 12,500 കമ്മീഷൻ. അപ്പോൾ 1,32,500 ആണ് വൈയുടെ സാലറി വരെ. അത് അങ്ങനെ ഓരോരുത്തരുടെയും ചെയ്യും. അപ്പൊ ടാക്സബിൾ സാലറി വന്നു. എക്സിന്റെയും വൈയുടെയും ഇത് രണ്ടും കൂടി കൂട്ടിയതാണ് അവരുടെ ടാക്സബിൾ സാലറി. ടാക്സബിൾ സാലറി അല്ല സോറി ടാക്സബിൾ ഇൻകം. സെഡിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇൻട്രസ്റ്റും അയാളുടെ സാലറിയും കൂടി കൂട്ടിയപ്പോൾ കിട്ടിയത് 38,800. അതിൽ നിന്ന് അയാൾക്കൊരു ചെലവ് വന്നിട്ടുണ്ട് ഇല്ലേ. ഇവിടെ പറയുന്നുണ്ട് he has borrowed for which he has paid 7,500 as an interest on capital. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അയാൾക്ക് എന്ത് കിട്ടും, അഡ്മിസിബിൾ ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അയാളപ്പോൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 38,800 നിന്ന് 7,500 കുറച്ചിട്ടുള്ള 31,300 ആണ് അയാൾ ടാക്സ് കൊടുക്കുന്നത്. ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ചോദിക്കാം. Okay then, thank you.